ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് വിചാരത്താൽ, വാക്കാൽ, പ്രവർത്തിയാൽ, ഉപേക്ഷയാൽ, ദുഷ്പ്രേരണയാൽ, ബലഹീനതകൾ കൊണ്ട്, ചിന്ത, ഭാവന, ഓർമ്മ, ബുദ്ധി, ഇച്ഛാശക്തി, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, ഇവയിലൂടെയൊക്കെ നാം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കും. അതെങ്ങനെ? നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ദൈവത്തിന്റെ സ്നേഹത്തിന്, കരുണയ്ക്ക്, നീതിക്ക്, സത്യത്തിന്, വിശ്വസ്തയ്ക്ക്, പ്രകാശത്തിന്, ശക്തിക്ക്, ക്ഷമയ്ക്ക്, ധീരതയ്ക്ക്, സമാധാനത്തിന്, പരിശുദ്ധിക്ക്, സത്പ്രവൃത്തികൾക്ക്, നന്മയ്ക്ക്, ദൈവവചനത്തിന്, തിരുസഭയ്ക്ക്, ദൈവിക സംവിധാനങ്ങൾക്ക് എതിരായിട്ട് പോലും, അല്ലെങ്കിൽ നന്മയുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നാശത്തിൻ്റെതായ, തിന്മയുടേതായ, അല്ലെങ്കിൽ ആക്രമണം, അല്ലെങ്കിൽ ക്രോധത്തിന്റെ, കോപത്തിന്റെ, അസൂയയുടെ, ഭിന്നതയുടെ, വിഭാഗീയ ചിന്തയുടെ, എല്ലാ തരത്തിലുള്ള ഭിന്നിപ്പിന്റെയും മേഖലയില് നാം നാം പ്രവർത്തിക്കുന്നുണ്ടോ? ആത്മപരിശോധന ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്.